അപ്പോൾ നമ്മൾ KTയുടെ പുതിയ സിലബസ് പ്രകാരമുള്ള ലീനിയർ ആൾജിബ്ര ആൻഡ് കാൽക്കുലസ് എന്ന വിഷയമാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. അതിൻ്റെ ആദ്യത്തെ മോഡ്യൂളിലെ ഒരു ക്വിക്ക് ഓവർവ്യൂ ആണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ലീനിയർ ആൾജിബ്രയെ കുറിച്ച് പഠിക്കുമ്പോൾ എന്താണ് ലീനിയർ ഇക്വേഷൻ എന്നാണ് അറിയേണ്ടത്. അതായത് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിഗ്രി വരുന്ന ഒരു പോളിനോമിയൽ ഇക്വേഷൻ, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ a1x1 പ്ലസ് a2x2 പ്ലസ് എക്സെട്ര പ്ലസ് an(xn) ഈസ് ഈക്വൽ ടു സംതിങ് ഒരു b1 എന്നുള്ളത് ഒരു ലീനിയർ ഇക്വേഷനാണ്. അടുത്ത പറയേണ്ട ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്താണെന്നുള്ളതാണ്. അതായത് മൾട്ടിപ്പിൾ ലീനിയർ ഇക്വേഷൻസിൻ്റെ ഒരു കൂട്ടം, അതിനാണ് നമ്മൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ a11x1 പ്ലസ് a12x2 പ്ലസ് എക്സെട്ര പ്ലസ് a1nxn ഈസ് ഈക്വൽ ടു b1. അതുപോലെ a21x1 പ്ലസ് a22x2 പ്ലസ് എക്സെട്ര പ്ലസ് a2nxn ഈസ് ഈക്വൽ ടു b2. ഇങ്ങനൊരു n ഇക്വേഷൻസ്. an1x1 പ്ലസ് an2x2 പ്ലസ് എക്സെട്ര പ്ലസ് annxn ഈസ് ഈക്വൽ ടു bn. ഇത് n ലീനിയർ ഇക്വേഷൻ n വേരിയബിളിലുള്ള ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആണ്. ഇതിന് നമുക്ക് കോമൺ ആയിട്ടൊരു മെട്രിക്സ് ഫോമിലേക്ക് മാറ്റി എഴുതാൻ സാധിക്കും. അതായത് കോഎഫിഷ്യൻസ് മാത്രം ആദ്യത്തെ ഒരു മെട്രിക്സ് a11 a12 ഇങ്ങനെ a1n a21 a22 a2n ഓൾ ദ വേ അപ്പ് ടു an1 an2 എക്സെട്ര അപ്പ് ടു an. ഇതിനെ കോഎഫിഷ്യൻ മെട്രിക്സ് എന്ന് പറയും. അതുപോലെ ഇനി x1 എക്സിൻ്റെ ഒരു ഗ്രൂപ്പിന് നമുക്ക് വേറെ മെട്രിക്സ് രൂപത്തിൽ എഴുതാൻ പറ്റും, x1 x2 എക്സെട്ര xn എന്നുള്ളത്. ഇതാണ് സൊല്യൂഷൻ ഓഫ് ദിസ് ലീനിയർ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്. ദിസ് ഈക്വൽ ടു അവർ റിസൾട്ട് b1 b2 എക്സെട്ര bn. ഇതിനൊരു സിംപ്ലിഫൈഡ് ഫോമായി ax ഈക്വൽ ടു b എന്ന് എഴുതാൻ പറ്റും. ഇപ്പോൾ ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിൽ വൺ ഓർ മോർ സൊല്യൂഷൻസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ നാം കൺസിസ്റ്റൻറ്റ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയും. ഇനി സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൽ ഒരു സൊല്യൂഷൻ നമുക്ക് സോൾവ് ചെയ്ത് കിട്ടുന്നില്ലെങ്കിൽ ആ സിസ്റ്റം ഇൻകൺസിസ്റ്റൻറ്റ് ആണ് എന്ന് പറയും. അതുപോലെ തന്നെ അടുത്തൊരു ടോപ്പിക്കാണ് ഹോമോജീനിയസ് ആൻഡ് നോൺ ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻസ്. ഇതിലിപ്പോൾ ബി എന്ന മെട്രിക്സ് ദാറ്റ് ബി ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ 0 ഇംപ്ലൈസ് ദിസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഈസ് ഹോമോജീനിയസ്. അതുപോലെ ബി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ സിസ്റ്റത്തെ നോൺ ഹോമോജീനിയസ് എന്നും പറയും. ഇനി അടുത്തത് നോക്കുന്നത് ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളതാണ്. അതിന് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഗോസ് എലിമിനേഷൻ മെത്തേഡാണ്. ഗോസ് എലിമിനേഷൻ മെത്തേഡ് നമുക്കൊരു സിമ്പിൾ എക്സാമ്പിളിലൂടെ ചെയ്തു പോകാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് അമ്മ ഒരു 3 ഇക്വേഷൻസ് എടുക്കുകയാണ്. 9x1 പ്ലസ് 3x2 പ്ലസ് 4x3 ഈസ് ഈക്വൽ ടു 7. അതുപോലെ 4x1 പ്ലസ് 3x2 പ്ലസ് 4x3 ഈസ് ഈക്വൽ ടു 8. x1 പ്ലസ് x2 പ്ലസ് x3 ഈസ് ഈക്വൽ ടു 3 എന്നിങ്ങനെ ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എടുത്തു. 3 ഇക്വേഷൻ വരുന്ന ഇതിനാണ് നേരത്തെ പറഞ്ഞ പോലെ ax ഈക്വൽ ടു b എന്നുള്ള ഫോമിലേക്ക് മാറ്റി എഴുതുകയാണ്. അപ്പോൾ കോഎഫിഷ്യൻ മെട്രിക്സ് 9 3 4 4 3 4 1 1 1. എക്സ് മെട്രിക്സ് x1 x2 x3. ബി എന്ന് പറയുന്നത് നമ്മുടെ ആൻസറായി വരുന്നത് 8 7 8 3. ഇനി അപ്പോൾ അടുത്തൊരു കൺസെപ്റ്റ് വരുന്നത്, ഇത് സോൾവ് ചെയ്യുമ്പോൾ അടുത്തൊരു കൺസെപ്റ്റ് വരുന്നത് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഈ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത് എയും ബിയും കൂടി നാം ഒന്ന് ചെയ്യുന്ന ഒരു ഫോം. അതായത് ഇങ്ങനെയാണ് എൻ്റെ നൊട്ടേഷൻ. അത് എഴുതുമ്പോൾ 9 3 4 4 3 4 1 1 1 ഇതുപോലെ എഴുതി. ഇനി നാലാമത്തെ ഒരു കോളായിട്ട് നാം ഈ ബി മെട്രിക്സിനെ എഴുതുകയാണ് 7 8 3 എന്ന രൂപത്തിൽ. ഇനി നാം കണ്ടുപിടിച്ച എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇത് നാം ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സായി മാറ്റണം. അതിന് ശേഷം നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി റോ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഉപയോഗിക്കുന്നു. ആദ്യം തന്നെ ഇതിപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഭാഗം, ഈ ഒരു ഡയഗണൽ, ഒരു മേജർ ഡയഗണലിന് താഴെയുള്ളതും എല്ലാ എലമെൻറ്റ്സും 0 ആക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ
ഈ എക്സാമ്പിളിൻ്റെ കേസിൽ R1 ഇൻ്റർചേഞ്ച് വിത്ത് R3 ചെയ്തു. അപ്പോൾ വരുന്ന റിസൾട്ട് 1 1 1 3 4 3 4 8 9 3 4 7. അടുത്ത ഈ ആദ്യത്തെ 4 9 എന്നുള്ളത് 0 ആക്കി മാറ്റുകയാണ്. അപ്പോൾ അതിന് R3 ഇംപ്ലൈസ് R3 മൈനസ് 9 R1, അതുപോലെ തന്നെ R2 ഇംപ്ലൈസ് R2 മൈനസ് 4 R1. അപ്പോൾ ഇത് രണ്ടും ചെയ്യുമ്പോൾ 1 1 1 3 കിട്ടുന്നു. 4 മൈനസ് 4 R1 ഈക്വൽ ടു 0 കിട്ടുന്നു. അതുപോലെ 3 മൈനസ് 4 എന്നുള്ളത് -1 എന്ന് കിട്ടുന്നു. ഇവിടെ 0 കിട്ടുന്നു. അതുപോലെ ചെയ്യുമ്പോൾ ഇവിടെ -4 കിട്ടുന്നു. R3 ഇംപ്ലൈസ് R3 മൈനസ് 9 R1 ചെയ്യുമ്പോൾ ഇവിടെ 0 കിട്ടുന്നു. ഇവിടെ -6 വരുന്നു. 4 മൈനസ് 9 എന്ന് വരുമ്പോൾ ഇവിടെ -5 വരുന്നു. 7 മൈനസ് 27 എന്ന് വരുമ്പോൾ -20 എന്ന് വരുന്നു. ഇനി അടുത്ത ട്രാൻസ്ഫോർമേഷൻ ഇത് 0 ആക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വരക്ക് താഴെ ഇനി വരുന്നത് ഇതാണ്. അപ്പോൾ ഇത് 0 ആക്കുക എന്ന് ചെയ്യുമ്പോൾ R3 ഇംപ്ലൈസ് R3 മൈനസ് 6 R2 എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ 1 1 1 3 കിട്ടുന്നു. 0 -1 അതിന് മാറ്റം വരുന്നില്ല. 0 0 -5 4 എന്നുള്ള രീതിയിൽ നമുക്ക് റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ ലഭിക്കുന്നു. ഇനി നാം തിരിച്ച് ഈ ഓഗ്മെന്റഡ് മെട്രിക്സ് ഫോമിൽ നിന്ന് അതിനെ റീസ്റ്റോർ ചെയ്യുകയാണ്. സാധാരണ AX = B എന്നുള്ള ഫോമിലേക്ക് റീസ്റ്റോർ ചെയ്ത് എഴുതുകയാണ്. അതായത് 1 1 1 0 -1 0 0 0 -1 ഇൻറ്റു x1 x2 x3 is equal to 3 -4 4. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും -5 x3 എന്നുള്ളത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 x1 പ്ലസ് 0 x2 -5 x3. അപ്പോൾ -5 x3 is equal to ഈ 4 എന്നുള്ളത് കാണാൻ പറ്റും. അതിൽ നിന്ന് x3 is equal to -4/5 എന്ന് കിട്ടും. ഇനി അതുപോലെ 0 x1 -x2 0 x3 പ്ലസ് 0 x3 is equal to -4 എന്ന് കിട്ടും. അതിൽ നിന്ന് -x2 is equal to -4 ഇംപ്ലൈസ് x2 is equal to 4 എന്ന് ലഭിക്കുന്നു. ഇനി അടുത്ത ഫസ്റ്റ് റോ നോക്കുകയാണെങ്കിൽ x1 പ്ലസ് x2 പ്ലസ് x3 is equal to 3 എന്നുള്ളതാണ് കിട്ടുന്നത്. ഇതിൽ x3യും x2 നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x1 is equal to 1/5 എന്ന് കിട്ടുന്നു. ഇങ്ങനെയാണ് നാം ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഗോസ് എലിമിനേഷൻ മെത്തേഡ് വഴി സോൾവ് ചെയ്യുന്നത്. അടുത്തത് സിലബസ് ഉള്ളത് റോ ഇക്വലോൺ ഫോമും റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്താണുള്ളതാണ്. ആൻഡ് റാങ്ക് ഓഫ് എ മെട്രിക്സ്. ഇപ്പോൾ റോ ഇക്വലോൺ ഫോം എന്ന് പറയുന്നത് നേരത്തെ കണ്ട അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് അത് തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ. അതായത് അതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഓൾ 0 റോസ്, അതായത് ഒരു റോ എല്ലാം 0 ആയത് മെട്രിക്സിൻ്റെ ഏറ്റവും താഴത്തെ റോ ആയി വരണം. അതുപോലെ ഒരു റോയുടെ താഴെയുള്ള റോയുടെ ലീഡിങ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ മുകളിലുള്ള റോയുടെ ലീഡിങ് കോഎഫിഷ്യൻറ്റിൻ്റെ റൈറ്റിലായിരിക്കണം. ചുരുക്കി പറഞ്ഞൊന്നുമില്ല. അതായത് നമ്മുടെ സാധാരണ റോ ഇക്വലോൺ ഫോമിലേക്ക് മാറ്റി എഴുതുമ്പോൾ കിട്ടുന്ന മെട്രിക്സിൻ്റെ ഫോം. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ മെട്രിക്സ് A0 A1 A2 A3 ആണ്. അപ്പോൾ അടുത്തത് തുടങ്ങേണ്ടതിൻ്റെ ഇവിടെ 0 ആയിരിക്കണം നിർബന്ധമായും. A4 A5 A6 അടുത്തതിൻ്റെ ഇവിടെയും 0 ആയിരിക്കണം. കാരണം ലീഡിങ് കോഎഫിഷ്യൻറ്റ് ഇതിൻ്റെ റൈറ്റിലേ വരാൻ പാടുള്ളൂ. ഇവിടെ A7 A8. അപ്പോൾ അഥവാ ഒരു ഫുൾ എല്ലാം ഒരു ഓൾ 0 ആയ റോ ആണെങ്കിൽ അത് ഏറ്റവും ലാസ്റ്റത്തെ റോ ആയിട്ടും വരണം. ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇത് ഏതൊരു മെട്രിക്സ് നമുക്ക് അതിൻ്റെ റോ ഇക്വലോൺ ഫോമിലേക്ക് നേരത്തെ പറഞ്ഞ ഗോസ് എലിമിനേഷൻ മെത്തേഡ് വഴി എത്തിക്കാൻ സാധിക്കും. അപ്പോൾ അടുത്ത് നോക്കേണ്ട റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്നുള്ളതാണ്. റാങ്ക് നമുക്ക് ഒരു മെട്രിക്സിൻ്റെ റാങ്ക് കാണാൻ ഫസ്റ്റ് ഇതിനെ റോ ഇക്വലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനുശേഷം അതിൽ എത്ര നോൺ 0 റോസ്, ഓൾ 0 അല്ല, എത്ര റോസ് എല്ലാം 0 അല്ല എന്നുള്ളത് നോക്കുക. അതിൻ്റെ എണ്ണാണ് റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൻ്റെ കേസ് എടുത്താൽ ഇവിടെ നോൺ 0 ആയിട്ടുള്ള റോസിൻ്റെ എണ്ണം, ഈ റോ എന്ന് പറയുന്നത് നോൺ 0 ആണ്. കാരണം എല്ലാ എലമെൻറ്റും 0 അല്ല. ഇവിടെ എല്ലാ എലമെൻറ്റും 0 അല്ല, അത് നോൺ 0 ആണ്. ഇവിടെ എല്ലാ എലമെൻറ്റും 0 അല്ല, അത് നോൺ 0 ആണ്. ഇവിടെ എല്ലാ എലമെൻറ്റും 0 ആണ്. അതുകൊണ്ട് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ബാക്കി വരുന്ന 3 റോ ആണുള്ളത്. അപ്പോൾ അതിൻ്റെ ഈ മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ റാങ്ക് ഓഫ് മെട്രിക്സ് കാണുന്നത് റോ ഇക്വലോൺ ഫോം കണ്ടുപിടിച്ചതിന് ശേഷം റോ ഇക്വലോൺ ഫോം കാണുന്നത് ഗോസ് എലിമിനേഷൻ മെത്തേഡ് വഴി. അടുത്തത് ഈ റാങ്ക് ഉപയോഗിച്ച് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് കൺസിസ്റ്റൻ്റ് ആണോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഉണ്ട്. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് അല്ല, ഫസ്റ്റ് നമുക്കിവിടെ എ മെട്രിക്സ് ഉണ്ട്. അതായത് കോഎഫിഷ്യൻ മെട്രിക്സ് ഉണ്ട്. ഒരു മെട്രിക്സിലെ കോഎഫിഷ്യൻ മെട്രിക്സ്. ഇപ്പോൾ നേരത്തെ ഉദാഹരണം എടുത്താൽ
കോഎഫിഷ്യന്റ് മെട്രിക്സ് വരുന്നത് 9 3 4 4 3 4 1 1 1 എന്നുള്ളതാണ്. അതുപോലെ ഓഗ്മെന്റഡ് മെട്രിക്സ് വരുന്നുണ്ട്. ഓഗ്മെന്റഡ് മെട്രിക്സ് വരുന്നത് 1 1 1 3 0 -1 0 -4 0 0 -1 -4 എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഈ കോഎഫിഷ്യന്റ് മെട്രിക്സിൻ്റെ റാങ്ക് കാണുക, അതായത് എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ വെച്ച് ഇതിൻ്റെ റാങ്ക് കാണുക. അതുപോലെ ഈ ഓഗ്മെന്റഡ് മെട്രിക്സിൻ്റെ A.B എന്നുള്ള നൊട്ടേഷൻ എഴുതുന്ന ഓഗ്മെന്റഡ് മെട്രിക്സിനെ റാങ്ക് കാണുക. ഈ രണ്ട് റാങ്കും, അതായത് റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് AB ആണെങ്കിൽ സിസ്റ്റം ഓഫ് ഇക്വേഷൻ കൺസിസ്റ്റന്റ് ആണ് എന്ന് പറയാൻ പറ്റും. അതായത് അതിനൊരു സൊല്യൂഷൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അഥവാ ഇനി റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സ് ആണെങ്കിൽ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഇൻകൺസിസ്റ്റന്റ് ആണ്, അതായത് അതിന് സൊല്യൂഷൻ ഇല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത വരുന്ന കൺസെപ്റ്റ് ഐഗൻ വാല്യൂസ് ആൻഡ് ഐഗൻ വെക്ടേഴ്സ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നമുക്ക് രണ്ടും കണ്ടുപിടിക്കാം. ഒരു മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂ അതിൻ്റെ ഐഗൻ വെക്ടറും കണ്ടുപിടിക്കാം. ഇപ്പോൾ എക്സാമ്പിൾ A = 2 4 3 3 എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് മെട്രിക്സ് എന്ന് പറയും. ക്യാരക്ടറിസ്റ്റിക് മെട്രിക്സ് ഒന്നുമില്ല, ഈ A - λI എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. ഇവിടെ ലാംഡ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, I എന്ന് പറയുന്ന നമ്മുടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അതായത് ഇപ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് സെക്കൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ അതായത് 2/2 ഉള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 1 0 0 1 എന്നുള്ളത് ആണ് നമുക്കറിയാം. അപ്പോൾ ഈ A - λI എന്നുള്ള ഫോമിൽ എഴുതുന്നതാണ് ക്യാരക്ടറിസ്റ്റിക് മെട്രിക്സ്. ആദ്യം നമ്മൾ ക്യാരക്ടറിസ്റ്റിക് മെട്രിക്സ് ഉണ്ടാക്കണം നേരത്തെ ക്വസ്റ്റ്യൻ്റെ. അതപ്പോൾ 2 - λ 4 3 3 - λ എന്ന് കിട്ടും. അതെങ്ങനെ കിട്ടുമെന്ന് പറയുമ്പോൾ 2 4 3 3 മൈനസ് λ × 1 0 0 1. ഇപ്പോൾ ഇവിടെ 2 - λ × 1 4 - λ × 0 4 3 - λ × 0 3 3 - λ × 1 3 - λ. അപ്പോൾ അങ്ങനെ കിട്ടുന്നു. ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ്, ഈ ക്യാരക്ടറിസ്റ്റിക് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുന്നു. അത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലാംഡയുടെ വാല്യൂ കിട്ടും. ഈ വാല്യൂസാണ് ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിക്കുമ്പോൾ ഇപ്പോൾ A - λI ഡിറ്റർമിനൻ്റ് നമ്മൾ കാണുകയാണ്. 2 - λ 4 3 3 - λ, അതായത് 2 - λ × 3 - λ മൈനസ് 12 = 0 എന്ന് കിട്ടും. ഇത് നമ്മൾ സിംപ്ലിഫൈ 12 എന്ന് കിട്ടും. ഇതിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം, അപ്പോഴാണ് നമുക്ക് ലാംഡയുടെ വാല്യൂ കിട്ടുന്നത്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ λ² - 5λ - 6 = 0 എന്ന് കിട്ടും. ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ λ - 6 × λ + 1 = 0. therefore λ = 6 and -1. അപ്പോൾ ഈ ലാംഡയുടെ വാല്യൂ 6 - 1 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ഐഗൺ വാല്യൂസ്. ഇനി ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഐഗൺ വെക്ടർ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഐഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു രണ്ട് വാല്യൂസ്, എത്ര വാല്യൂ ആണോ ഐഗൺ വാല്യൂ കിട്ടുന്നത് അത്രയും ഐഗൺ വെക്ടർ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഐഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു λ = 6 എന്നുള്ള നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അത് ഒന്നുമില്ല, നമ്മുടെ ഇക്വേഷനിൽ λ = 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സൊല്യൂഷൻ കണ്ടെത്തിയാൽ മാത്രം മതി. അപ്പോൾ ഇവിടെ 2 4 3 3 മൈനസ് λ ഇവിടെ 6 1 0 0 1 ഇൻറ്റു x1 x2 = 0 0 എന്നുള്ളത് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് ലഭിക്കുന്ന ഒരു വെക്റ്റർ ഉണ്ടാവും, അതാണ് ഐഗൺ വെക്റ്റർ. അപ്പോൾ ഇവിടെ 2 - 6 - 2 -4 4 - 0 3 - 0 4 - 4 3 - 0 എന്ന് പറയുന്നത് 3 3 - 6 എന്ന് പറഞ്ഞാൽ -3 ഇൻറ്റു x1 x2 = 0 0. ഈ മൾട്ടിപ്ലിക്കേഷൻ, ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് ഇവിടെ -4x1 + 4x2 = 0. അതുപോലെ 3x1 - 3x2 = 0 എന്ന് കിട്ടും. ഇതിൽ നിന്ന് x1 = x2 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ഐഗൺ വെക്റ്റർ ഐഗൺ വെക്റ്റർ എക്സിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ x1 x2 എന്നുള്ളതാണ്. ഇവിടെ x1 = x2 എന്ന് കിട്ടിയത് കൊണ്ട് നമുക്ക് x1 നെ x2 വെച്ച് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ x2 നോക്കാം. അപ്പോൾ x2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1 1 എന്നുള്ള ഫോം കിട്ടും. ഇതാണ് ഐഗൺ വെക്റ്റർ കറസ്പോണ്ടിങ് ടു λ = 6 എന്ന് വരുന്നത്.
അതുപോലെ ഇനി ലാംഡ ഈക്വൽ ടു -1 വരുമ്പോൾ ഐഗൺ വെക്ടർ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അത് A -1 ഇൻറ്റു I ഈസ് ഈക്വൽ ടു 0 എന്നുള്ള മെട്രിക്സിൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് കിട്ടും. ഇവിടെ ഈ ഇക്വേഷൻ ചെയ്യുമ്പോൾ അതായത് 3 4 ഇൻറ്റു x1 x2 എന്നുള്ള രീതിയിൽ അതിൻ്റെ ഷോർട്ടായി നമുക്ക് കിട്ടുന്നു. ഇതിൽ നിന്ന് x1 3x1 പ്ലസ് 4x2 ഈസ് ഈക്വൽ ടു 0യും 3x1 പ്ലസ് 4x2 ഈസ് ഈക്വൽ ടു 0യും കിട്ടുന്നു. ഇത് സോൾവ് ചെയ്യുമ്പോൾ x1 ഈസ് ഈക്വൽ ടു -4/3x2 എന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഐഗൺ വെക്റ്റർ ഫോർമേഷൻ എന്ന് പറയുന്നത് x എന്ന് പറഞ്ഞാൽ x1 x2 ആണ്. ഇവിടെ x1 നമുക്ക് -4/3x2 വെച്ച് റീപ്ലേസ് ചെയ്യാം. ഇവിടെ x2 വരും. x2 ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ -4/3, അതുപോലെ ഇവിടെ 1. ഇതാണ് ഐഗൺ വെക്റ്റർ കറസ്പോണ്ടിങ് ടു ലാംഡ ഈസ് ഈക്വൽ ടു -1. അടുത്തത് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡയഗണലൈസേഷൻ ഓഫ് മെട്രിക്സ്, അതുപോലെ ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ, പിന്നെ റിഡക്ഷൻ ഓഫ് ക്വാഡ്രാറ്റിക് ടു കനോണിക്കൽ ഫോം എന്നുള്ളതാണ്. ഇത് മൂന്നും നമ്മൾ ഒറ്റ ക്വസ്റ്റ്യനിലൂടെ ഉൾക്കൊള്ളിച്ച് പോവുകയാണ്. അപ്പോൾ അതൊരു എളുപ്പത്തിൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അത് റിഡക്ഷൻ ഓഫ് ക്വാഡ്രാറ്റിക് ടു കനോണിക്കൽ ഫോം ബൈ ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ. ഒരു ക്വാഡ്രാറ്റിക് ഫോമിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഒന്നുമില്ല. അത് ഒരു ഹോമോജീനിയസ് പോളിനോമിയൽ ആയിരിക്കണം വിത്ത് ഡിഗ്രി 2 ഇൻ എനി നമ്പർ ഓഫ് വേരിയബിൾസ് എന്ന് പറയും. അതായത് എത്ര നമ്പർ ഓഫ് വേരിയബിൾസിലും ഒരു സെക്കൻഡ് ഡിഗ്രി ഹോമോജീനിയസ് പോളിനോമിയൽ, അതാണ് ക്വാഡ്രാറ്റിക് ഫോമിലുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 6x1² പ്ലസ് 3x2² പ്ലസ് 3x3² മൈനസ് 4x1x2 മൈനസ് 2x2x3 പ്ലസ് 4x3x1. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം x1ൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2 ആണ്, x2യുടെ 2 ആണ്, x3യുടെ 2 ആണ്. ഇവിടെ x1ൻ്റെ 1 x2ൻ്റെ 1, അപ്പോൾ ഒരു ആഡപ്സ് ടു 2. അതുപോലെ എല്ലാതിൻ്റെയും ഡിഗ്രി 2 ആണ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നാം ഇതിൻ്റെ റിഡക്ഷൻ, ഇതിനെ കനോണിക്കൽ ഫോമിലേക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനെ മെട്രിക്സ് രൂപത്തിൽ എഴുതുക എന്നുള്ളത് തന്നെയാണ്. അതായത് ഫസ്റ്റ് നമ്മൾ കോഎഫിഷ്യന്റ് മെട്രിക്സ്, നേരത്തെ പറഞ്ഞ കോഎഫിഷ്യന്റ് മെട്രിക്സ്. അപ്പോൾ ഇവിടെ 6 ഈ കോഎഫിഷ്യന്റ് മെട്രിക്സ് എഴുതുമ്പോഴുള്ള പ്രത്യേകത, ഈ പൊസിഷൻ A11 ആണ്, ഇത് A12 ആണ്, ഇത് A13 ആണ്, ഇത് A21 ആണ്, A22 ആണ്, A23 ആണ്, അതുപോലെ A31, A32, A33. ഈ ഫോമിലേക്കാണ് ഈ ഇക്വേഷനെ നാം മാറ്റി ചെയ്യുന്നത്. അപ്പോൾ A11 എന്ന് പറയുന്നത് നമ്മുടെ x1ൻ്റെ സ്ക്വയർ, ഇതിൻ്റെ കോഎഫിഷ്യൻ്റാണ് ഇവിടെ എഴുതുന്നത്. അതുപോലെ A22 പറഞ്ഞാൽ x2യുടെ സ്ക്വയർ, അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഡയഗണലായി എഴുതുന്നു. അതുപോലെ x3യുടെ സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ എഴുതുന്നു. ഇനി ഈ A12 എന്ന് പറയുന്നത് x1 x2 എന്നുള്ളതിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ ഹാഫ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ x1 x2ൻ്റെ കോഎഫിഷ്യൻറ്റ് -4 ആണ്, അതിൻ്റെ ഹാഫ് -2. ഇത് A13യുടെ ഈ പൊസിഷനിലുള്ള നമ്പർ എന്ന് പറയുന്നത് x1 x3 അല്ലെങ്കിൽ x3 x1 എന്നാൽ ഈ സംഖ്യയുടെ ഇതിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ ഹാഫ് ആയിരിക്കണം. ഇവിടെ അത് 4 ആണ്, അപ്പോൾ അതിൻ്റെ ഹാഫ് 2. അതുപോലെ ഇത് 2 1 പൊസിഷനാണ്. 2 1 പൊസിഷൻ എന്ന് പറയുമ്പോൾ അത് 1 2 x1 x2 അതല്ലെങ്കിൽ x2 x1 അതിൻ്റെ കോഎഫിഷ്യൻ്റെ ഹാഫ്, അപ്പോൾ അത് -4ൻ്റെ ഹാഫ് -2 ആണ്. ഇത് x2 x3യുടെ ഹാഫ് -2യുടെ ഹാഫ് -1. ഇവിടെ x3 x1ൻ്റെ ഹാഫ് 4ൻ്റെ ഹാഫ് 2, x3 x2യുടെ ഹാഫ് അതായത് -2യുടെ ഹാഫ് -1. ഇങ്ങനെ നാം അത് മെട്രിക്സ് രൂപത്തിലേക്ക് മാറ്റി. ഇനി അടുത്തത് ചെയ്യേണ്ടത്, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ചെയ്യേണ്ടത് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫോം ചെയ്യുക എന്നുള്ളതാണ്. ഇത് നേരത്തെ എക്സാമ്പിൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം എങ്ങനെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫോം ചെയ്യണം എന്നുള്ള കാര്യം. അപ്പോൾ അത് ഫോം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് λ3 മൈനസ് 12 λ² പ്ലസ് 36 λ മൈനസ് 32 = 0 എന്നുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ലഭിക്കും. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ നിന്ന് ഐഗൺ വാല്യൂസ് എങ്ങനെ ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് നേരത്തെ എക്സാമ്പിൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ ഐഗൺ വാല്യൂസ് ഫൈൻഡ് ചെയ്യുമ്പോൾ λ = 8 2 2 എന്ന് ലഭിക്കും. അതിലൂടെ ഐഗൺ വാല്യൂസ് നമുക്ക്
ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു 8 കറസ്പോണ്ടിങ് ആയി x1 എന്നുള്ള ഒരു ഐഗൺ വെക്ടർ വിത്ത് വാല്യൂ 2 -1 1. അതുപോലെ ലാംഡ ഈസ് ഈക്വൽ ടു 2ന് 2 രണ്ട് വെക്ടേഴ്സ് ഉണ്ടാവും. x2 0 1 1 അതുപോലെ x3 ഈസ് ഈക്വൽ ടു 1 1 -1. അപ്പോൾ അടുത്ത 5ാമത്തെ സ്റ്റെപ്പ് വരുന്നത് ഓർത്തഗണൽ ട്രാൻസ്ഫോർമേഷൻ വഴി ഈ ഐഗൺ വെക്ടേഴ്സ് നമ്മൾ വെരിഫൈ ചെയ്യുന്നതാണ്. അതായത് ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യുന്ന സ്റ്റെപ്പാണ്. അപ്പോൾ ഇതിൽ നമുക്ക് 3 ഐഗൺ വെക്ടേഴ്സ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് 5th സ്റ്റെപ്പാണ്. ഇവിടെ നമ്മൾ ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ വഴി ഈ ഐഗൺ വെക്ടർ ഒന്ന് വെരിഫൈ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് x1 ട്രാൻസ്പോസ് x2 ഈസ് ഈക്വൽ ടു 0 ആയി ഇക്വേറ്റ് ചെയ്യണം. 0 ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ x2 ട്രാൻസ്പോസ് x3 ഈക്വൽ ടു 0 ആണോ എന്നും x3 ട്രാൻസ്പോസ് x1 ഈക്വൽ ടു 0 ആണോ എന്നും ചെക്ക് ചെയ്യണം. ഈ 3ഉം 0 ആണെങ്കിൽ നമ്മുടെ ഐഗൺ വെക്ടർ ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ആസ് എൻ എക്സാമ്പിൾ നമ്മൾ x1 ട്രാൻസ്പോസ് x2 നോക്കുമ്പോൾ 2 -1 1 into 0 1 1 is equal to 2 -1 0 -1 + 1 is equal to 0 എന്ന് ലഭിക്കും. അപ്പോൾ അതുപോലെ ബാക്കി എല്ലാം രണ്ടും 0 ലഭിക്കും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഐഗൺ വെക്ടർ ശരിയാണ് എന്ന് അതിലൂടെ വെരിഫൈ ചെയ്യാം. അടുത്തത് 6th സ്റ്റെപ്പ്. ഇവിടെയാണ് നാം മോഡൽ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. മോഡൽ മെട്രിക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ M, അതായത് നമ്മുടെ ഐഗൺ വെക്ടർ അതേപടി എടുത്ത് എഴുതുന്ന ഒരു പ്രോസസ്സാണ്. ഇവിടെ x1 x2 x3 2 -1 1 0 1 1 1 1 -1. അപ്പോൾ ഈ ഒരു 3 റോസാണ് മോഡൽ മെട്രിക്സായി വരുന്നത്. ഈ മോഡൽ മെട്രിക്സിൽ നിന്നും അടുത്ത ചെയ്യുന്നത് നോർമലൈസ്ഡ് മോഡൽ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുകയാണ്. 7th സ്റ്റെപ്പ് നോർമലൈസ്ഡ് മോഡൽ മെട്രിക്സ് n. ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ അതിലെ ഒരു ഫസ്റ്റ് വാല്യൂ നാം x1/√x1² + x2² + x3² ഈ ഫോമുള്ളതായിരിക്കും. അതുപോലെ x2/√x1² + x2² + x3² x3/√x1² + x2² + x3². ഇത് ഈ എക്സാമ്പിളിൻ്റെ കേസിൽ നോർമലൈസ്ഡ് മോഡൽ മെട്രിക്സ് വരുമ്പോൾ നേരത്തെ കണ്ട 2/√2² + -1² + 1², അതായത് 2/√6. അതുപോലെ ബാക്കിയുള്ള വാല്യൂ 0 1/√3 -1/√6 1/√2 1/√3 1/√6 1/√2 -1/√3. ഇങ്ങനെ നോർമലൈസ്ഡ് മോഡൽ മെട്രിക്സ് നമുക്ക് കിട്ടും. 8th സ്റ്റെപ്പ് ഇതിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക എന്നതാണ്. അതായത് n ട്രാൻസ്പോസ്, നോർമലൈസ്ഡ് മോഡൽ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ്. അത് 2/√6 0 1/√3 -1/√6 1/√2 1/√3 1/√6 1/√2 -1/√3. ഇതാണ് n ട്രാൻസ്പോസ്. നെക്സ്റ്റ് 9th സ്റ്റെപ്പ് an കാൽക്കുലേറ്റ് ചെയ്യുക എന്നതാണ്. അതായത് a എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ലഭിച്ച ഈ മെട്രിക്സ്, അതായത് നമ്മുടെ ഇനീഷ്യലി കോഎഫിഷ്യൻ്റ് മെട്രിക്സ് ആണ് a. n തൊട്ട് മുമ്പ് ലഭിച്ച നോർമലൈസ്ഡ് മോഡൽ മെട്രിക്സ്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് കാണുക എന്നുള്ളതാണ്. 6 - 2 2 -2 3 -1 2 -1 3 ഇൻറ്റു 2/√6 0 1/√3 -1/√6 1/√2 1/√3 1/√6 1/√2 -1/√3. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് കാണുമ്പോൾ 16/√6 0 2/√3 -8/√6 2/√2 2/√3 8/√6 2/√2 -2/√3 അങ്ങനെ കിട്ടും. അടുത്തതാണ് ഡയഗണലൈസേഷൻ ഓഫ് എ മെട്രിക്സ്. ഇപ്പോൾ ഈ പറഞ്ഞു വന്ന സ്റ്റെപ്പുകളെല്ലാം ഡയഗണലൈസേഷനും ബാധകമാണ്, ഒരു മെട്രിക്സ് ഡയഗണലൈസേഷനും ബാധകമാണ്. അപ്പോൾ അതാണ് 10ാമത്തെ സ്റ്റെപ്പാണ് ചെയ്യുന്നത്. മെട്രിക്സ് ഡയഗണലൈസേഷൻ എന്ന് പറയുന്നത് T എന്ന് പറയുന്നത് n ട്രാൻസ്പോസ് ഇൻറ്റു an എന്നുള്ള ഫോമിൽ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ആണ് ഡയഗണലൈസ്ഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇതിൽ n ട്രാൻസ്പോസ് നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്, അതുപോലെ an കണ്ടുവച്ചിട്ടുണ്ട്.
അപ്പോൾ n ട്രാൻസ്പോസിൻ്റെ A എന്ന് പറയുമ്പോൾ 2/√6 മൈനസ് 1/√6 1/√6 0 1/√2 1/√2 1/√3 1/√3 മൈനസ് 1/√3 ഇൻറ്റു ഈ A എന്ന് പറയുന്നത് 16/√6 0 2/√3 മൈനസ് 8/√6 2/√2 2/√3 അതുപോലെ 8/√6 2/√2 മൈനസ് 2/√3. ആക്ച്വലി ഈ കാൽക്കുലേഷൻ നാം ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇതിൻ്റെ റിസൾട്ട് എന്ന് വരുന്നത് നമ്മുടെ ഐഗൺ വെക്റ്റേഴ്സ് ഐഗൺ വാല്യൂസ് ഡയഗണലായി എഴുതുന്നതായിരിക്കും. ഐഗൺ വാല്യൂസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 8 2 2 എന്നുള്ളതാണ്. അത് ഡയഗണൽ എലമെൻറ്റ്സായി എഴുതുന്നതായിരിക്കും ഡയഗണലൈസ്ഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ സ്റ്റെപ്പ് വെച്ച് തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട് മാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഇതാണ് നമുക്ക് അവസാനം കിട്ടുന്ന ഡയഗണലൈസ്ഡ് മെട്രിക്സ്. ഇനി ഡയഗണലൈസ്ഡ് മെട്രിക്സ് ഉപയോഗിച്ചാണ് നാം ഒരു ക്വാഡ്രാറ്റിക് ഫോമിനെ അതിൻ്റെ കനോണിക്കൽ ഫോമാക്കി മാറ്റുന്നത്. അപ്പോൾ കനോണിക്കൽ ഫോം എന്ന് പറയുന്നത് y1 y2 y3 ഇൻറ്റു ഡയഗണലൈസ്ഡ് മെട്രിക്സ് ഇൻറ്റു y1 y2 y3. ഈ ഒരു ഫോമിൽ എഴുതി നമുക്ക് ലഭിക്കുന്ന ഇക്വേഷനാണ് അതിൻ്റെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ കനോണിക്കൽ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ CF എന്ന് പറയുന്നത് y1 y2 y3 ഡയഗണലൈസ്ഡ് മെട്രിക്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 8 0 0 0 2 0 0 0 2 ഇൻറ്റു y1 y2 y3. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ 8y1 0y2 0y3 ഇവിടെ ഒരു y1, അങ്ങനെ 8y1² പ്ലസ് രണ്ടാമത്തതിലെ 2y2 y2 2y2² പ്ലസ് മൂന്നാമത്തെ റോയിലെ 2y3 y3 2y3². അപ്പോൾ ഈ ലഭിച്ചിരിക്കുന്ന ആൻസറാണ് നമ്മുടെ നേരത്തെ കണ്ട ക്വാഡ്രാറ്റിക് ഫോമിൻ്റെ കാനോണിക്കൽ ഫോമായി നമുക്ക് വരുന്നത്. ഇതാണ് റിക്വസ്റ്റഡ് കാനോണിക്കൽ ഫോം ആയി വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂളിൻ്റെ ഒരു ക്വിക്ക് ഓവർവ്യൂ ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്.